ഈ കാണിക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അനേകം സന്നദ്ധ സംഘടനകളും വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും വീടും സ്ഥലവും ഓഫർ ചെയ്തിട്ടുണ്ട് അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. അവരാരൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. റിപ്പോർട്ടർ TV ചാനൽ ഉടമകൾ 300 വീട്, നാഷണൽ സർവീസ് സ്കീം 150 വീട്, കർണാടക സർക്കാർ 100 വീട്, കോൺഗ്രസ് 100 വീട്, യൂത്ത് കോൺഗ്രസ് 30 വീട്, DYFI 25 വീട്, കേരള നദ്വത്തൂർ മുജാഹിദീൻ 50 വീട്, കോട്ടയ്ക്കൽ ആയുർവേദശാല 10 വീട്, കേരള യൂത്ത് ഫ്രണ്ട് M 5 വീട്, അഖിൽ മാരാർ 3 വീട്, വേൾഡ് മലയാളി കൗൺസിൽ 14 വീട്, KPSTA 10 വീട്, കാന്തര ഉസ്താദ് 100 വീട് അല്ലെങ്കിൽ സ്ഥലം, ഗോകുലം ഗ്രൂപ്പ് 25 വീട്, മുസ്ലിം ലീഗ് 100 വീട്, കണ്ണൂർ ജില്ലയിലെ ഒരു പ്രവാസി 25 വീട്, നീലഗിരി ജില്ലാ തമിഴ്നാട് മർച്ചന്റ് അസോസിയേഷൻ 40 വീട്, ഒരു വീടിന് 8 ലക്ഷം രൂപ വെച്ച്, ആം ആദ്മി പാർട്ടി 3 വീട്, ഷാഫി പറമ്പിൽ 20 വീട്, PNC മേനോൻ 50 വീട്, INCAS UAE 10 വീട്, ഒപ്പം 5 ലക്ഷം രൂപയും, ഓർത്തഡോക്സ് സഭ 50 വീട്, KRFA വീടുകൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. വ്യാപാരി വ്യവസായ സമിതി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്ന് ഓഫർ. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഓഫർ. പ്രവാസികൾ വീടും സ്കൂളും നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ സ്ഥലങ്ങൾ സ്പോൺസർ ചെയ്തവർ ഗോപി ചെമ്മണ്ണൂർ 100 വീട് വെക്കാനുള്ള സ്ഥലം, നാസർ മാനുക്ക 100 വീട് വെക്കാനുള്ള സ്ഥലം, റിപ്പോർട്ടർ ചാനൽ ഉടമകൾ 150 ഏക്കർ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി 3 ഏക്കർ, ബിഷപ്പ് വർഗീസ് കോഴിക്കോട് രൂപത അർഹീകൃതപ്പെട്ടവർക്ക് ഒക്കെ സ്ഥലം, മധു കൊച്ചുവീട്ടിൽ 35 സെന്റ് സ്ഥലം, മുരട് അബ്ദുള്ള 6 വീട് വെക്കാനുള്ള സ്ഥലം, കോഴിക്കോട് അഡ്വക്കേറ്റ് ജിമ്മി ജോർജ് 25 സെന്റ്, യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ 15, സതീശൻ കൈനഗിരി 1 വീട് വെക്കാനുള്ള സ്ഥലം, മാനന്തവാടി മണ്ഡലം സ്വദേശി 5 സെന്റ്, ഫൈമിന ഷിബു ലണ്ടൻ 2 ഏക്കർ 33 സെന്റ്, ഷിബു 1 ഏക്കർ, ഫൈസൽ ബാബു 15 സെന്റ്, തോമസ് ദേവസ്യ മാസ്റ്റർ 15 സെന്റ്, കോട്ടയം ജില്ലയിലുള്ള ഒരാൾ 16 സെന്റ്, കുഞ്ഞുമോൻ 10 സെന്റ്, അച്ഛനും അമ്മയ്ക്കും വേണ്ടി വയനാട്ടിൽ വാങ്ങിയ സ്ഥലം കൊടുക്കാമെന്ന് മകൾ 20 സെന്റ്, പാറക്കാൽ ഉസ്മാൻ 25 സെന്റ്, പടപ്പറമ്പ് ഉള്ള ഒരു വ്യക്തി 6 സെന്റ്, മധു കൊച്ചുവീട്ടിൽ 7 പേർക്ക് 5 സെന്റ് വീതം, ഒപ്പം 100 കട്ടിൽ അസീസ് അണ്ണൻ. മുഴുവൻ വീടുകൾക്കും ഫർണിച്ചർ ഫ്യൂമ. ആകെ 1205 വീടുകൾ ഓഫർ. വീടുകൾ വേണ്ടത് 1000-ൽ താഴെ. സർക്കാർ കണക്ക് പ്രകാരം പൂർണ്ണമായി നശിച്ചത് 500ഓളം വീടുകൾ. വാസയോഗ്യമായ സാഹചര്യമില്ലാത്തതും നശിക്കാതെ കിടക്കുന്ന വീടുകൾ 500-ൽ താഴെ. കേന്ദ്രം നൽകിയ ഉടൻ സഹായം 145 കോടി.